ചെന്നൈ റൈനോസിനെ പരാജയപ്പെടുത്താൻ സാധിക്കുമോ കേരള സ്ട്രൈക്കേഴ്സിന്? അതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. CCLന്റെ ഇനോഗ്രൽ ചാമ്പ്യൻ ആരാണെന്ന് ചോദിച്ചാൽ അതിന് ഒറ്റ ഉത്തരവുള്ളൂ, അത് ചെന്നൈ റൈനോസ് ആണ്. ഇനോഗ്രൽ മാത്രമല്ല, അത് കഴിഞ്ഞുള്ള CCLലും ചാമ്പ്യൻ ചെന്നൈ റൈനോസ് തന്നെയായിരുന്നു. എന്തായാലും ഈ ചെന്നൈ റൈനോസ് ഇപ്രാവശ്യം എത്രത്തോളം ശക്തമാണെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ചെന്നൈ റൈനോസിന് ഇപ്രാവശ്യം കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടി എന്ന് പറയുന്നത് വിഷ്ണു വിശാലിൻ്റെ സേവനം ഇല്ലാത്തതാണ്. അദ്ദേഹം ഇനി ലാസ്റ്റ് മാച്ച് കളിക്കുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. അദ്ദേഹം ഷൂട്ടിംഗ് തിരക്കിലാണ്. എങ്കിൽ പോലും ട്രിവാൻഡ്രത്താണ് മാച്ച് നടക്കുന്നത്. അതുകൊണ്ട് ചിലപ്പോൾ കളിക്കാൻ വരാനുള്ള സാധ്യതയുണ്ട്. കാരണം അവിടെ ഇൻസ്റ്റാ റീൽസിലും മറ്റ് സംഭവങ്ങളിലൊക്കെ നമുക്ക് വിഷ്ണു വിശാലിനെ കാണാൻ സാധിക്കുമായിരുന്നു. സോ വിഷ്ണു വിശാൽ വന്നു കഴിഞ്ഞാൽ അവർ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടീമായിട്ട് മാറും. എന്നാലും വിഷ്ണു വിശാൽ ഇല്ലാത്ത ചെന്നൈ റൈനോസ് എത്രത്തോളം ശക്തമാണ് നമുക്കൊന്ന് നോക്കാം. അതേ പറഞ്ഞാൽ അവരുടെ സ്ക്വാഡ് ആദ്യമായിട്ട് വന്നപ്പോൾ വിഷ്ണു വിശാൽ ഇല്ലാത്ത ഒരു സ്കോഡ് കഴിഞ്ഞ് ചെറുതായിട്ടൊന്ന് ഞെട്ടിപ്പോയി. പക്ഷേ ആകെയുള്ള അവർക്കൊരു ആശ്വാസം വിക്രാന്ത് ആ ഒരു സ്കോഡിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കൂടാതെ രമണ്ണ, പൃഥ്വി തുടങ്ങിയ താരങ്ങളൊക്കെ അത്യാവശ്യം കുറച്ച് ബാറ്റ് ചെയ്യുന്ന താരങ്ങളുമാണ്. അല്ലാതെ ഒരു സ്കോഡിലേക്ക് നോക്കിയപ്പോൾ എനിക്ക് അവരെ കണ്ടിട്ട് അത്ര ശക്തരാണെന്ന് തോന്നിയിട്ടില്ല. പക്ഷേ നമുക്കറിയാത്തൊരു താരം ഉണ്ടായിരുന്നു, അതായത് എനിക്കറിയാത്തൊരു താരം ഉണ്ടായിരുന്നു, അജയ് എന്നാണ് ആ ഒരു താരത്തിൻ്റെ പേര്. അദ്ദേഹം നല്ല രീതിയിൽ ബാറ്റ് ചെയ്യുന്നൊരു താരമാണ്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു സീസണിലെ ബാറ്റിംഗ് കണ്ടാണ് ഞാൻ ഞെട്ടിപ്പോയത്. അതിന് മുമ്പൊക്കെ അദ്ദേഹം കളിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. അറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയുക. സത്യം പറഞ്ഞാൽ അദ്ദേഹം നേടി 71 റൺസ് കർണാടക ബുൾഡോസർ ചെയ്ത് അത് വളരെ വാല്യുബിളാണ് ചെന്നൈ റൈനോസിന്. കാരണം അത്രയും റൺസ് അദ്ദേഹം നേടിയില്ലെങ്കിൽ അവർ റൺ റേറ്റ്, അതായത് ചെന്നൈ റൈനേഴ്സിൻ്റെ റൺ റേറ്റ് ഇതിലും താഴേക്ക് പോയേനെ, ഒരു മൈനസ് റൺ റേറ്റിലേക്കൊക്കെ പോയേനെ. ബട്ട് അദ്ദേഹമാണ് അവിടെ നിന്ന് കരകയറ്റാൻ അവരെ സഹായിച്ചത്. അതുമാത്രമല്ല പല ഗെയിമിലും അദ്ദേഹത്തിൻ്റെ ഇന്നിങ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ചെന്നൈ റൈനോസിൽ. സോ ഞാൻ പറയാൻ വന്ന കാര്യം എന്ന് പറയുന്നത്, ചെന്നൈയുടെ ഓൾമോസ്റ്റ് ഉള്ള എല്ലാ മാച്ചിലും മികച്ച രീതിയിൽ ബാറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് ബാറ്റ് ചെയ്യുന്നത് വിക്രാന്തും അതുപോലെ തന്നെ അജയുമാണ്. സത്യം പറഞ്ഞാൽ ചെന്നൈ റൈനോസ് ഈ ഒരു സീസണിൽ ബാറ്റിങ്ങിൽ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന 3 ബാറ്റ്സ്മാൻ എന്ന് പറയുന്നത് ഒന്ന് വിക്രാന്ത്, രമണ അതുപോലെ തന്നെ അജയാണ്. പിന്നെ ഇതിൽ രമൺ അത്ര മികച്ച പ്രകടനമല്ല കാഴ്ചവെക്കുന്നത്. അദ്ദേഹം സത്യം പറഞ്ഞാൽ ഒരു കൺസിസ്റ്റൻറ്റ് പ്ലെയർ അല്ല. അദ്ദേഹം ഒരു സീസണിൽ ഒരു ഫാസ്റ്റസ്റ്റ് 60 സെഞ്ചുറി നേടിയിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് വലിയ ഇന്നിങ്സുകളൊന്നും അദ്ദേഹത്തിന് കളിക്കാൻ സാധിച്ചെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഒരു കൺസിസ്റ്റൻ്റ് ഏതെങ്കിലും 4 മാച്ച് കളിച്ച് ഏതെങ്കിലും ഒരു കളിയൊക്കെ കളിക്കുന്ന ഒരു താരമാണ്. ചിലപ്പോൾ ഒരു കളി പോലും കളിക്കാത്തൊരു താരമാണ് രമണ. സോ രമണയിൽ വലിയ ഹോപ്പ് ചെന്നൈക്ക് ഇപ്പോഴും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ അവരുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് അജയും വിക്രാന്തും തന്നെയാണ് ബാറ്റിങ്ങിൽ. എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു കൺസിസ്റ്റൻറ്റ് പ്ലേയേഴ്സാണ്. എല്ലാ കളിയും കളിക്കും. ആകെ ഇവർ രണ്ടുപേരേ ഉള്ളൂ ബാറ്റിംഗ് ശക്തരെന്ന് പറയാം. സോ ഇവർ രണ്ടുപേരും എല്ലാ കളിയും കളിക്കുകയും ചെയ്യും. അതാണ് ചെന്നൈ റൈനോസ് ആദ്യത്തെ 2 മാച്ചുകൾ വിജയിക്കാനുള്ള കാരണം. 3ാമത്തെ മാച്ച് റൺ റേറ്റ് നെഗറ്റീവിലേക്ക് പോകാതിരിക്കാനുള്ള കാരണം. സോ ഇവർ രണ്ടുപേരെ ഔട്ടായി കഴിഞ്ഞാൽ ബാറ്റിങ്ങിൽ അജയും അതുപോലെ തന്നെ വിക്രാന്തിനെയും 2 ഇന്നിങ്സിലും പെട്ടെന്ന് ഔട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കേരള സ്ട്രൈക്കേഴ്സിന് മാച്ച് വിജയിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. പക്ഷേ അത് പെട്ടെന്ന് നടക്കുന്നൊരു പരിപാടിയല്ല. കാരണം രണ്ടുപേരും ഭയങ്കര ഫോമിലാണ്. ഇവർ ഔട്ടാകാൻ വളരെയധികം പാടാണ്. കൂടാതെ വിക്രാന്തിൻ്റെ കാര്യമാണ് എടുത്തു പറയുന്നത്. അദ്ദേഹത്തെ ഔട്ടാകാൻ ഭയങ്കര പാടാണ്. അദ്ദേഹത്തിന് കറക്റ്റ് എങ്ങനെ കളിക്കണമെന്നറിയാം. കാരണം T10 ആണെങ്കിൽ ആ ഒരു രീതിയിൽ, T20 ആണെങ്കിൽ ആ ഒരു രീതിയിൽ കറക്റ്റ് ബോൾ ഉപയോഗിച്ച് കറക്റ്റ് രീതിയിൽ കളിക്കുന്ന ഒരു പ്ലെയറാണ് വിക്രാന്ത്. സോ ഞാൻ നേരത്തെ പറഞ്ഞ വിക്രാന്തിൻ്റെ വജിയുടെ വിക്കറ്റ് എടുത്ത കേരള സ്ട്രൈക്കേഴ്സ് സുഖമായിട്ട് ഈ ഒരു മാച്ച് വിജയിക്കുക. പിന്നെ അവരുടെ ബോളിംഗ് സൈഡ് നോക്കി കഴിഞ്ഞാൽ അവിടെയും വിക്രാന്ത് തന്നെയാണ് മികച്ച ബോളർ. അദ്ദേഹമാണ് മിക്കവാറും ഓവർ വിക്കറ്റുകളൊക്കെ നേടുന്നത്. അതുപോലെ തന്നെ ഭരത് നല്ലൊരു ബോളറാണ്. ജീവ അത്യാവശ്യം നല്ലവണ്ണം ബോളർ ചെയ്യും. അതുപോലെ തന്നെ കലൈരസൻ എന്ന് പറയുന്നൊരു പ്ലെയറുണ്ട്, അദ്ദേഹം അത്യാവശ്യം നല്ലവണ്ണം ബോളർ ചെയ്യുന്ന ഒരു പ്ലെയറാണ്. സോ ഇവരൊക്കെയാണ് ബോളിൽ കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള പ്ലേയേഴ്സ്. പിന്നെ അവരെ കുറച്ച് പറയുകയെന്ന് വിചാരിക്കില്ല, ഇവരാരും അത്ര മാരക ബോളേഴ്സൊന്നുമല്ല. നമ്മുടെ രാജീവ് പിള്ളയും അർജുൻ നന്ദകുമാറും അതുപോലെ വിവേക് ഗോപനൊക്കെ വേണമെന്ന് വിചാരിച്ചാൽ മാനേജ് ചെയ്യാൻ പറ്റുന്ന ബോളേഴ്സ് തന്നെയാണ്. എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഫസ്റ്റ് ഇന്നിങ്സിലെ പവർ പ്ലേ മിക്കവാറും ബോളർ ചെയ്യാൻ വരുന്നത് വിക്രാന്തായിരിക്കും. ആ ഒരു സമയത്ത് അദ്ദേഹം എപ്പോഴും വിക്കറ്റ് എടുക്കാറുണ്ട്. സോ വിക്രാന്തിൻ്റെ ആ ഒരു പവർ പ്ലേ ശ്രദ്ധിച്ചാണ് കേരള സ്ട്രൈക്കേഴ്സ് കളിക്കുന്നത്. അതിനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ചെന്നൈ റൈനോസ് പരാജയപ്പെടുത്തി കർണാടക ബുൾഡോസേഴ്സുമായിട്ടാണ്. അതിന് മുമ്പുള്ള 2 കളി അവർ വിജയിച്ചിട്ടും നല്ല റൺ റേറ്റിൽ. പക്ഷേ അവർ വിജയിച്ച ആ ഒരു കളി എന്ന് പറയുന്നത് ഒന്ന് ഭോജ്പൂരിക്കെതിരെ, 2 പഞ്ചാബ് ദർശറിനെതിരെയാണ്. നമുക്കറിയാവുന്നൊരു കാര്യമാണ് പഞ്ചാബ് ദർശറിൻ്റെ ഭോജ്പൂരി ദബാങ്സിൻ്റെ അവസ്ഥ ഇപ്പോൾ എന്താണെന്ന്. പഞ്ചാബ് ദർശർ 8ാം സ്ഥാനത്തും ഭോജ്പൂരി ദബാങ്സ് 7ാം സ്ഥാനത്തുമാണ് ഇപ്പോൾ പോയിന്റ് ടേബിൾ. സോ 2 വീക്കർ സൈഡിനെയാണ് ചെന്നൈ റൈനോസ് പരാജയപ്പെടുത്തിയിരിക്കുന്നത്. കർണാടക ബുൾഡോസർ എന്ന് പറയുന്ന ഒരു സ്ട്രോങ് ടീം വന്നപ്പോഴത്തേക്കും ഒരു വലിയ റണ്ണിന് തന്നെ അവർ പരാജയപ്പെട്ടു. സോ കേരള സ്ട്രൈക്കേഴ്സിനും ചെന്നൈ റൈനോസിൻ്റെ ബാറ്റിംഗ് കരുത്ത് നോക്കുകയാണെങ്കിൽ ബാറ്റിംഗ് കരുത്തി കുറച്ച് മുമ്പിൽ കേരള സ്ട്രൈക്കേഴ്സ് തന്നെയാണ്. അതായത് അവർക്ക് 2 ബാറ്റ്സ്മാന്മാരേ ഉള്ളൂ, ഒന്ന് വിക്രാന്തും 2 അജയും. പക്ഷേ അവർ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ബാറ്റ്സ്മാന്മാരാണ്. പിന്നെ രമണയും കൂടെ നമുക്ക് അവിടെ വേണമെങ്കിൽ ചേർക്കാം 3 ബാറ്റ്സ്മാന്മാർ. കേരള സ്ട്രൈക്കേഴ്സിൻ്റെ കാര്യം നോക്കുക, അർജുൻ നന്ദകുമാർ, രാജീവ് പിള്ളെ, സിദ്ധാർത്ഥ്, അരുൺ ബിന്നി, വിവേക് ഗോപൻ, ഇവർ 5 പേരും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബാറ്റ് ചെയ്യുന്നവരാണ്. സോ സിദ്ധാർത്ഥ് കുറച്ച് ഫോം ഔട്ടാണ് എങ്കിൽ പോലും അദ്ദേഹം ഒരു നല്ല ബാറ്റ്സ്മാനാണ്, നല്ല ക്വാളിറ്റി പ്ലെയറാണ്, ഗ്യാപ്പ് കണ്ടെത്തി ബാറ്റ് ചെയ്യാൻ പറ്റിയൊരു പ്ലെയറാണ്. സോ അദ്ദേഹം ഫോമിലേക്ക് വരുമെന്ന് വിശ്വസിക്കാം. സോ ബാറ്റിങ്ങിൻ്റെ കാര്യത്തിൽ കുറച്ച് അഡ്വാൻറ്റേജ്, അതായത് പ്ലേയേഴ്സ് അഡ്വാൻറ്റേജ്, കുറച്ചധികം പ്ലേയേഴ്സ് ഉണ്ട് എന്നൊരു അഡ്വാൻറ്റേജ് കേരള സ്ട്രൈക്കേഴ്സിനുണ്ട്. പക്ഷേ ഇപ്പുറത്തെ സൈഡിൽ അങ്ങനെയല്ല. പക്ഷേ അവർ കൺസിസ്റ്റൻ്റ് ഒരു പ്ലേയേഴ്സാണ്. ബട്ട് കേരള സ്ട്രൈക്കേഴ്സിൻ്റെ കാര്യം നോക്കുമ്പോൾ അത്ര കൺസിസ്റ്റൻ്റ് അല്ല കേരള സ്ട്രൈക്കേഴ്സിൻ്റെ കാര്യം. പിന്നെ ബോളിംഗ് സൈഡ് നോക്കുകയാണെങ്കിൽ അവർക്ക് അത്യാവശ്യം നല്ല ബോളേഴ്സ് ഉണ്ട്. അതായത് ഭരത്, ജീവ, അതുപോലെ തന്നെ കലൈരസൻ, വിക്രാന്ത്, ഇവരൊക്കെ നല്ല ബോളേഴ്സാണ്. പ്രത്യേകിച്ചും ജീവയും ഭരത്തിലും ഉണ്ടായ ഒരു ബോളിംഗ് മാറ്റം, കാരണം അവർ നല്ല രീതിയിലുള്ള ബോളേഴ്സായിട്ട് മാറി. പിന്നെ എടുത്ത് പറയുന്നത് നമുക്ക് അത്യാവശ്യം നല്ല ബോളേഴ്സ് ഉണ്ട്. അരുൺ ബെന്നി, പ്രശാന്ത് അലക്സാണ്ടർ, അതുപോലെ തന്നെ അർജുൻ നന്ദകുമാർ, വിവേക് ഗോപൻ, അനൂപ് കൃഷ്ണൻ, ബിനേഷ് കൊടിയേരി, ഇതൊക്കെ അത്യാവശ്യം നല്ല ബോളേഴ്സാണ്. സോ
ഈ ഒരു ബോളിങ്ങിൻ്റെ കാര്യത്തിൽ രണ്ടുപേരും തുല്യശക്തരാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ബാറ്റിംഗ് കുറച്ച് അഡ്വാൻറ്റേജ് കേരള സ്ട്രൈക്കേഴ്സിനുണ്ട്. സോ അത് കേരള സ്ട്രൈക്കേഴ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കേരള സ്ട്രൈക്കേഴ്സ് ചെന്നൈ റൈനോസുമായിട്ടുള്ള മാച്ച് സുഖമായിട്ട് വിജയിക്കാം. പിന്നെ തെലുങ്ക് വാരീസ് എന്ന് പറയുന്ന CCL 4 വട്ടം ചാമ്പ്യന്മാരെ തകർത്തിൻ്റെ ഒരു ആത്മവിശ്വാസം നമുക്കുണ്ട്. കൂടെ നമ്മൾ ഹോം ഗ്രൗണ്ടിലാണ്, ട്രിവാൻഡ്രത്താണ് കളിക്കാൻ പോകുന്നത്. സോ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. സോ എല്ലാ രീതിയിലുള്ള ഒരു അഡ്വാൻറ്റേജ് കേരള സ്ട്രൈക്കേഴ്സിനുണ്ട്. അത് കേരള സ്ട്രൈക്കേഴ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ഒരു മാച്ച് കേരള സ്ട്രൈക്കേഴ്സിന് സുഖമായിട്ട് വിജയിക്കാം. സോ ചെന്നൈ എത്രത്തോളം ശക്തരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ശക്തിയുള്ള ടീം തന്നെയാണ്. അജയ് അതുപോലെ തന്നെ വിക്രാന്ത് അവരെ ബാറ്റിങ്ങിൽ തുടരാൻ അനുവദിക്കരുത്. പെട്ടെന്ന് തന്നെ ഇവർ പുറത്താക്കി വിട്ട് കഴിഞ്ഞാൽ കേരള സ്ട്രൈക്കേഴ്സിന് അനായാസം ഈ ഒരു കളി വിജയിക്കാൻ സാധിക്കും. 2 ഇന്നിങ്സിലും പെട്ടെന്ന് പുറത്താക്കി കഴിഞ്ഞാൽ അനായാസം കേരള സ്ട്രൈക്കേഴ്സിന് ഒരു കളി വിജയിക്കാൻ സാധിക്കും. ഇവർ ആരെങ്കിലും ഒരാളെങ്കിലും ഗ്രീസിൽ നിന്ന് കഴിഞ്ഞാൽ കേരള സ്ട്രൈക്കേഴ്സിനെ നല്ല രീതിയിൽ തന്നെ ബാധിക്കും. സോ അവരെ രണ്ടുപേരും പുറത്താക്കാൻ പറ്റിയ ഒരു സ്ട്രാറ്റജി കേരള സ്ട്രൈക്കേഴ്സ് പ്രിപ്പയർ ചെയ്തുകൊണ്ട് തന്നെ ഈ ഒരു മാച്ചിൽ ഇറങ്ങിയിരിക്കണം. എന്തായാലും ഈ ഒരു വീഡിയോത്തിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.